ഹലോ നമസ്കാരം, എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കക്ക ഫ്രൈ ഉണ്ടാക്കി നോക്കാം. വളരെ സിമ്പിളായ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്, എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ആയ ഒരു ഐറ്റമാണ് കക്ക ഫ്രൈ. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. അതെങ്ങനെ ഉണ്ടാക്കും നോക്കാം. കക്ക ഫ്രൈ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഏകദേശം ഒരു 3 കിലോയ്ക്ക് മുകളിൽ കക്ക എടുത്തിട്ടുണ്ട്. അതൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്ത ശേഷം ഒരു 1/2 കിലോയ്ക്ക് താഴെ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കഴുകി ഒരു 6-7 തവണ കഴുകിയിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുന്ന അത്രയും തവണ ഇത് കഴുകാം, കാരണം അതിൽ മണ്ണൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് കഴുകി ഊറ്റിയെടുക്കുന്നതിന് പകരം വെള്ളമൊക്കെ നിറച്ച് കഴുകിയതിന് ശേഷം കൈകൊണ്ട് കോരിയെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ പരമാവധി തന്നെ മണ്ണും കല്ലൊക്കെ പോയി കിട്ടുന്നതാണ്. കഴുകി വൃത്തിയാക്കിയെടുത്ത കക്കയ്ക്ക് അകത്തേക്ക് മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, അതുപോലെ ഞാൻ അതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1 സ്പൂൺ അരിപ്പൊടിയും അതുപോലെ 1 സ്പൂണ് മൈദ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ക്രിസ്പിയായി നന്നായി മസാല പിടിച്ചിരിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൂടാതെ അതിൽ ചേർത്തിരിക്കുന്നത് നാരങ്ങ നീരാണ്. നാരങ്ങ നീരോട് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ മുളക് പൊടി കാശ്മീരി ചില്ലി പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു കളറൊക്കെ അതിന് കിട്ടുന്നതാണ്. എന്നാൽ അധികം സ്പൈസി ഉണ്ടാവില്ല, കാണുമ്പോൾ നോക്കാൻ നല്ലൊരു ലുക്കും ആയിരിക്കും. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ഒരു സമയത്ത് അതിനേക്ക് വേണ്ടി കുറച്ച് സവോള, തേങ്ങ, പച്ചമുളകൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി സവോള കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കാം. അതുപോലെ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുക്കാം. വെളുത്തുള്ളി നടുക്കേ കീറിയതിന് ശേഷം അതൊന്ന് ചതച്ചെടുക്കാം. കൂടാതെ ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ബീഫ് ഫ്രൈക്കൊക്കെ കട്ട് ചെയ്യുന്ന അതേ രീതിയിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാണ്. അപ്പോൾ ഇനി അത് കുക്കിങ്ങിലേക്ക് കടക്കാം. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് ചൂടായി വരുന്ന സമയത്ത് മസാല ചേർത്ത് വച്ചിരിക്കുന്ന കക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ ചെറു തീയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അല്ലാത്ത പക്ഷം പെട്ടെന്ന് അതിൻ്റെ കരിഞ്ഞു പോകാനും കളർ മാറാനുള്ള സാധ്യതയുണ്ട്. അവിടെ വളരെ ചെറിയ തീയിലാണിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഏകദേശം ഒരു സൈഡ് ഒന്ന് വെന്തിട്ടുണ്ട്. അതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മറുപുറം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ സവോള വഴറ്റിയെടുക്കാം. സവോള, തേങ്ങ, കറിവേപ്പിലയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിൽ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ചതച്ച വെളുത്തുള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് പച്ചമുളക്, കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ഒന്ന് സോട്ട് ചെയ്തെടുത്ത് അതിലേക്ക് ചെറുതായി അരിഞ്ഞ സവോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കക്ക നന്നായി ഫ്രൈ ആക്കിയായി നല്ല അടിപൊളിയായിരിക്കുന്നുണ്ട്. അപ്പോൾ ആ കക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വഴറ്റിയ സവോളയ്ക്കകത്ത് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പ്, കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.